ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന അവരെ നടന്നു. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും അതിന്റെ ബാക്കി കാര്യങ്ങളും അവർ ചെയ്യും. അതിനനുസരിച്ചിട്ട് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. അതുകൂടാതെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നുള്ളത് പറയുകയുണ്ടായി. പിന്നെ ഈ ശനിയാഴ്ച തീപിടുത്തം ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്സിന്റെ MRI മെഷീനാണ് അവിടെ ഉള്ളത്. അവരുടെ തന്നെ UPS ആണ്. അത് മറ്റൊരു കാര്യത്തിനും മറ്റൊരു ലൈനിലേക്കോ അങ്ങനെ കണക്ട് ചെയ്യുന്നതല്ല, മറ്റൊരു സംവിധാനത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അത് ഡെഡിക്കേറ്റഡ് ടു MRI ആണ്. അപ്പോൾ ഫിലിപ്സ് അവരോടും നമ്മളൊരു റിപ്പോർട്ട് തേടിയിരുന്നു. അവരുടെ ഏജൻസിയാണ്, അവർ പറഞ്ഞ ഏജൻസി ആണ് അതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ നടത്തുന്നത്. അപ്പോൾ അവരോടും റിപ്പോർട്ട് തേടിയിരുന്നു. അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമേ എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റികളെല്ലാം തന്നെ ഈ ബ്ലോക്കിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഫംഗ്ഷണൽ ആക്കണം നമുക്ക്. അപ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഫംഗ്ഷണൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് അവിടെ നടന്നത്. ആ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഈ സീലിംഗിലെ ലൈറ്റിന്റെ ഭാഗമായിട്ടുള്ള അവിടെ ഈ രീതിയിലൊരു പ്രശ്നമുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തന്നെ അവിടെ സാങ്കേതിക പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കംപ്ലീറ്റ് ഫയർ ഓഡിറ്റ് കൂടി അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് പരിശോധന അവിടെ നടക്കുകയാണ്. അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇപ്പോഴും അവിടെ അവരുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അവരുടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അവിടെ ഇലക്ട്രിക്കൽ വിഭാഗം ഈ മറ്റ് ഫ്ലോറുകളിൽ കറന്റ് കണക്ഷൻ കൊടുത്തതിന് ശേഷം, കറന്റ് കണക്ഷൻ ഇന്നലെയുടെ തലേന്ന് കൊടുത്താണല്ലോ, ഞായറാഴ്ച വൈകുന്നേരം കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് തന്നെ, അതായത് PWD ഇലക്ട്രിക്കൽ വിഭാഗം അന്ന്, അതാണ് ഞായറാഴ്ചയല്ല ശനിയാഴ്ച വൈകുന്നേരം തന്നെയാണ് കറന്റ് കണക്ഷൻ കൊടുത്തത്. അതായത് അന്ന് വൈകുന്നേരം ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് അവർ ഫ്ലോറുകളെല്ലാം പരിശോധിച്ച് പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് കറന്റ് കണക്ഷൻ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കറന്റ് കണക്ഷൻ കൊടുത്തതിനെ തുടർന്ന് അവിടെ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് ആ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് മെഷീൻസ് കണക്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കിയത്. കാരണം ഒരു ലോഡ് അവിടേക്ക് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനാണത്. അപ്പോൾ അതുകൊണ്ടാണ് തിയേറ്റർ ഫംഗ്ഷണൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടക്കുന്നതിനിടെയാണ്. അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ ഉദ്യോഗസ്ഥരും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന താഴെ നടക്കുന്നുണ്ട്, PWD ഇലക്ട്രിക്കലിന്റെ പരിശോധനയുണ്ട്, പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, മറ്റ് ബയോമെഡിക്കൽ എഞ്ചിനീയറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഈ ഫ്ലോറിന്റെ, ഞാൻ പറഞ്ഞല്ലോ, പരിശോധന ഫംഗ്ഷനിലാക്കുന്ന പരിശോധനയ്ക്കിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മൾ ഫയർ ഓഡിറ്റ് കഴിഞ്ഞ വർഷം വളരെ കൃത്യമായിട്ട് നടന്നിരുന്നു. അപ്പോൾ ആരോഗ്യമേഖലയുടെ ചരിത്രത്തിൽ തന്നെ എല്ലാ ആശുപത്രികളിലും അതിനുശേഷം പോലീസും ഫയർ ഫോഴ്സും എല്ലാം കൂടെ സംയുക്തമായിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ട് അവരൊരു ഡോക്യുമെന്റ് നൽകിയിരുന്നു. അങ്ങനെ ഒരെണ്ണം ആദ്യമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ PMSSY ബ്ലോക്ക് പുതിയ ബ്ലോക്കാണല്ലോ. അപ്പോൾ പഴയ നമ്മുടെ മെഡിക്കൽ കോളേജുകളെയും ആശുപത്രികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പഴയ വയറിങ്ങും ഒക്കെയാണ്. അപ്പോൾ എല്ലാ ആശുപത്രികളിലും, എല്ലാ മറ്റ് DHSന് കീഴിലുള്ള ആശുപത്രികളിലും, അതുപോലെ മെഡിക്കൽ കോളേജുകളിലും ഫയർ സേഫ്റ്റി ഓഡിറ്റ് നമ്മൾ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, അതുപോലെ DHSനെ സംബന്ധിച്ച് ഓരോ ജില്ലയ്ക്കും നമ്മളൊരു ഡോക്യുമെന്റ് തയ്യാറാക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ അന്ന് ചില ഗ്യാപ്പുകൾ കണ്ടെത്തിയല്ലോ കഴിഞ്ഞ ഫയർ ഓഡിറ്റ്. ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, ഇപ്പോൾ സേഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള ഈ വർഷം നമ്മളത് പരിശോധിച്ചിട്ട് അതിന്റെ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് കൂടി നടത്തണം എന്നുള്ളത് റുട്ടീനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫയർ ഓഡിറ്റും സേഫ്റ്റി ഓഡിറ്റും ഈ നിലയിൽ ശാസ്ത്രീയമായി നമ്മൾ 2023-24 ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്, എല്ലാ ജില്ലകളിലും നടത്തിയിട്ടുണ്ട്.